ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ചേമ്പ് കുഴിച്ചിടുന്ന രീതി നോക്കാം. ചേമ്പ് നമ്മൾ മണ്ണിൽ നിന്ന് പറിച്ച് അതിൻ്റെ കടയിലത്തെ തള്ള എടുത്തിട്ടാണ് കുഴിച്ചിടുന്നത്. അത് നോക്കാം. നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് ചേമ്പൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. അത് നമുക്ക് നല്ലോണം വിറ്റാമിൻ ഉള്ളതാണ്. അന്നജം, ഉരുളക്കിഴങ്ങിനേക്കാളും നല്ലോണം പോഷക ഗുണമുള്ളതാണ്. നമ്മുടെ പറമ്പിൽ ചെയ്യണ ബീന ചേച്ചീനാണ് ഇത് ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മളൊരു ചേമ്പിൻ്റെ കട എടുത്ത് അതിൻ്റെ തള്ള പറിച്ചെടുക്കണം. എന്നിട്ട് വേണം അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുഴിച്ചിടാനായിട്ട്. മണ്ണ് നല്ലൊരു ചെറിയൊരു 2 വേനൽ മഴ കിട്ടിയതിന് ശേഷം വേണം. ഈ മാസത്തിലൊരു മഴയൊക്കെ കിട്ടുമ്പോൾ മണ്ണൊക്കെ ഒന്ന് നനയുക. ആ സമയത്ത് വേണം നമ്മളതിൻ്റെ തള്ളച്ചേമ്പ് പറിച്ചിട്ട് കുഴിച്ചിടാനായിട്ട്. നല്ല വിത്ത് കിട്ടിയാൽ നല്ലതാണ്. നല്ല വിത്ത് നോക്കിയിട്ട് വേണം കുഴിച്ചിടാനായിട്ട്. ഈ ചേമ്പിൻ്റെ സൈഡിൽ നിന്നായിട്ടാണ് അതിൻ്റെ തള്ള കിടക്കുന്നത്. കണ്ടോ? ഇതാണ് നമ്മൾ കുഴിച്ചിടാനായിട്ട് എടുക്കുന്നത്. ചെറിയ കഷ്ണമാക്കിയിട്ടാണ് കുഴിച്ചിടുന്നത്. നമ്മൾ ചേമ്പിൻ്റെ ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് ഇതിലെ വേരൊക്കെ ഉണ്ടല്ലോ, ഈ വേരുകളൊക്കെ പഴയ വേരുകളൊക്കെ ചെത്തിക്കളയണം. എന്നിട്ട് വേണം നമ്മൾ ഇത് കുഴിച്ചിടാൻ. ഇതൊക്കെ നമ്മൾ വെട്ടി ഇതിൻ്റെ പഴയ വേരൊക്കെ ചെത്തി നമുക്ക് പുതിയ വേരപ്പോൾ വരും കുഴിച്ചിടുമ്പോൾ. അങ്ങനെ വേണം നമ്മൾ ചേമ്പൊക്കെ കുഴിച്ചിടാനായിട്ട്. ഇത് കുഴിച്ചിടുമ്പോൾ നമ്മൾ പച്ചച്ചാണകം ഉണ്ടെങ്കിൽ അത് കലക്കിയിട്ട് വേണം അതിൽ മുക്കി ഒരു ദിവസം തണലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം കുഴിച്ചിടാനായിട്ട്. ഇതിപ്പോൾ എനിക്ക് കിട്ടാൻ സാഹചര്യം ഇല്ലാത്ത കാരണം ഞാൻ വെണ്ണീർ തേച്ചിട്ടാണ് കുഴിച്ചിടുന്നത്, ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട്. ഇതിങ്ങനെ നമ്മൾ ഇതാക്കി ചെറിയ കഷ്ണം ചേമ്പ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കണം. ഇതുപോലെ ചെറിയ കഷ്ണമാക്കിയിട്ട് വെണ്ണീർ തേച്ചിട്ടൊന്ന് തണലത്ത് വെച്ച് ഉണക്കാം. വെണ്ണീർ ഇങ്ങനെ തേച്ച് വയ്ക്കാം. എന്നിട്ട് തണലത്ത് വെച്ച് ഒരു ദിവസം ഉണക്കാം. അധികം കീടാണുക്കളൊന്നും ഉണ്ടാവില്ല. ഒരു ശുശ്രൂഷ ഇല്ലാണ്ട് ഉണ്ടാവുന്നതാണത് ചേമ്പ്. സാധാരണ ചെടികൾക്ക് വരുന്ന ഒരു തരം രോഗങ്ങളും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഏത് തണലുള്ള സ്ഥലത്തും ചേമ്പ് കുഴിച്ചിട്ട് വെയിൽ തന്നെ വേണമെന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ സപ്പോർട്ടയുടെ തണലുണ്ട്, എന്നാലും അതൊരു തടസ്സമില്ലാണ്ട് നല്ലോണം ഉണ്ടാവും. മണ്ണ് ഇത്തിരി ഹാർഡ്, അത് കാരണം ഇത്തിരി നല്ലോണം ശക്തിയിലൊന്ന് കുഴിച്ചെടുക്കണം. കുറച്ച് ഉണങ്ങിയ ചാണപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുഴിയിൽ കുറച്ചിടുക. പിന്നെ കുറച്ച് വെണ്ണീരും. അപ്പോൾ നമ്മുടെ ചേമ്പിന് രോഗാണുക്കളൊക്കെ വരാണ്ടിരിക്കാനായിട്ടാണ്. പിന്നെ കുറച്ച് ചാമ്പലിയും ഈ ഉണക്കലയും പച്ചലയൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് ചേമ്പ് നമ്മൾ നേരത്തെ വെണ്ണൂർ വെച്ച് ഒരു ദിവസം തണലത്ത് വെച്ച് ഉണക്കിയ ചേമ്പിൻ്റെ കഷ്ണം കുഴിച്ചിടാം. ചേമ്പെടുത്ത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കുഴിയിലേക്ക് വയ്ക്കാം. ഏത് ഭാഗത്തുനിന്നായാലും മുള വന്നോളൂ. എന്നിട്ട് തൂപ്പൊക്കെ വെച്ച് മണ്ണിട്ടൊന്ന് മൂടാം. മണ്ണെടുത്തിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇടാം. വെയിൽ കൊണ്ട് വാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് തൂപ്പ് ഇടേണ്ടത് മുകളിൽ. ഇതിൻ്റെ മുകളിലും കുറച്ച് തൂപ്പ് ഇടാം. അപ്പോൾ കോഴി ഒന്ന് ചിക്കാണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പ് നടൽ കഴിഞ്ഞു. കുഴിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് നനച്ചാൽ മതി. 2-3 ദിവസം കൂടുമ്പോൾ നനച്ചാൽ മതി. അധികം നനയെ ശുശ്രൂഷയൊന്നും ആവശ്യമില്ല. അതിന് ശേഷം നമുക്ക് കവുങ്ങിൻ്റെ പട്ടീനെ അത് വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ കോഴിയാ കീടങ്ങളൊന്നും ചിക്കാണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഡയറക്റ്റ് വെയിലടി ഏകദേശം 2 ആഴ്ച മുന്നേ ഞാൻ കുഴിച്ചിട്ടതാണ്. നമുക്ക് നല്ല ഇലയിലും നല്ല കട്ടിയിലൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിൻ്റെ ചേമ്പിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ താളൊക്കെ ഭയങ്കര വിറ്റാമിൻ ഉള്ളതാണ്. കറി വയ്ക്കാം. താള് കറിയൊക്കെ ശരീരത്തിനും പിന്നെ വീരശല്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ താള് കൊണ്ട് കറി വെച്ചാൽ. അങ്ങനെ നമുക്ക് ചേമ്പിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കാം. ചേമ്പിൻ്റെ കണ്ടില്ലേ ചെറിയ വിത്തും തൈയൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ നമുക്കിനി പറിച്ചു കുഴിച്ചിടാൻ പറ്റുന്ന തൈകൾ. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.